ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസാണ്. അതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പൈനാപ്പിൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഞാനതിനു വേണ്ടി വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ചെളിയും മണ്ണും ഒന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല ക്ലീൻ ആവണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ചെത്തിയെടുക്കാം. നമുക്കിനി തൊലിയെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് ചെത്തിയെടുക്കാം. തൊലി കളയരുത്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് വയ്ക്കാമേ. കാരണം നമുക്ക് അവസാനം നമ്മൾ ഈ തൊലി ഉപയോഗിച്ചാണ് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ പൈനാപ്പിൾ ചെത്തി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ഭാഗം അല്ലാതെ കളയുന്ന ഭാഗങ്ങളില്ലേ, തൊലിയും അതിൻ്റെ അകത്തെ തണ്ടും കാര്യങ്ങളുമെല്ലാം, അതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് വൃത്തിയുള്ള ക്ലീനായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. കാരണം നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ വെള്ളവും വിനാഗിരിയും ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അത് കഴുകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ക്ലീനായിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇനി കഴിക്കാനുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കണ്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പം നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം. നമുക്ക് ഫ്രൂട്ട് സലാഡോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾ സ്കിന്നുകൊണ്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതായത് വേസ്റ്റായിട്ട് സാധാരണ നമ്മൾ ബിന്നിക്കളയുന്ന സാധനമാണിത് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പൈനാപ്പിൾ കണ്ടിച്ചിട്ട് അതിൻ്റെ ഇൻസൈഡിലെ ആ തണ്ടില്ലേ അതുകൂടെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ സ്കിന്നൊക്കെ ഇട്ട സെയിം പാത്രത്തിലേക്ക്. കാരണം നമ്മളിതെല്ലാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ജ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയല്ലേ J2O ഒക്കെ. ആ J2Oയുടെയൊക്കെ സെയിം ഒരു കൺസിസ്റ്റൻസിയാണ്, ആ ഒരു ഓൾമോസ്റ്റ് സെയിം ഫ്ലേവർ എന്ന് പറയാം. പക്ഷേ എനിക്ക് J2Oനേക്കാളും വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ജ്യൂസ്. J2O കൊള്ളത്തില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, J2O നല്ല ഡ്രിങ്കാണ്. പക്ഷേ അതുപോലെ അത്രയ്ക്കും ഒട്ടും മോശമല്ലാത്തൊരു ഡ്രിങ്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മൾ സാധാരണ കളയുന്ന സാധനമാണ് നമ്മളിവിടെ റീയൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതല്ലേ നമ്മുടെ തൊലി എല്ലാം എടുത്തൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തിളച്ച വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. കൈ പൊള്ളാതെ സൂക്ഷിക്കുക, കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇനി അത് അതിനകത്ത് കിടന്ന് തിളച്ച് വരണം. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞളിൻ്റെ കഷ്ണം ഫ്രഷായിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടൊരു ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഞാനിവിടെ ഏകദേശം 4 തൊട്ട് 5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് തിളച്ച് വരുമ്പോഴത്തേക്കും തിളച്ച് വറ്റി നമ്മൾ അരമണിക്കൂർ തിളപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊരു 1 ലിറ്ററായിട്ട് മാറും. അപ്പോൾ അത്രയും നന്നായിട്ട് തിളച്ച് വെന്ത് അതിനകത്തെ പൈനാപ്പിളിൻ്റെ സ്കിന്നകത്തുള്ള എല്ലാ ജ്യൂസും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ഏലക്കായും ഒരു കഷ്ണം പട്ടയുമാണ്. അപ്പോൾ അത് ഈ വേണ്ടാത്തവർക്ക് അത് ഉപേക്ഷിക്കാം, അത് വേണം നിർബന്ധമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു പിടി ഇഞ്ചിയാണ്. അത് നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. ഇഞ്ചി കൂടുതലിടുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. ഇഞ്ചി കൂടുതലിടുന്നത് അത്രയ്ക്ക് നല്ലതാണ്. ഞാൻ വിചാരിച്ചു ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മോളൊന്നും കുടിക്കുകയല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു.
ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ബോയിൽ ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് ബോയിലായി, ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ മാറ്റി വെക്കുകയാണ് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി. ചിലപ്പം 1, 2, 3 മണിക്കൂർ എടുക്കുമായിരിക്കും. അത് നമ്മൾ ഉപയോഗിച്ച എമൗണ്ട് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പം അത് നന്നായിട്ട് കൂളായി വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ കഷ്ണങ്ങളൊന്നും ഇനി വേണ്ട, ജസ്റ്റ് ജ്യൂസ് മാത്രം നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കാണാൻ തന്നെ എത്ര നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിന് മധുരം കുറവാണ്. അപ്പം നമുക്കിതിലേക്ക് ഇനി മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പഞ്ചസാരയോ വെല്ലത്തിൻ്റെ പൊടിയില്ലേ അതോ അല്ലെങ്കിൽ ഹണിയോ, അത് എന്താണോ നമുക്കിഷ്ടമുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കെയിൻ ഷുഗർ മിക്സിയിലടിച്ച് പൗഡറാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് ഏത് മധുരമാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ പഞ്ചസാര എല്ലാം ആ ജ്യൂസിലേക്ക് ചേരണം. ഇപ്പം പഞ്ചസാര എല്ലാം നന്നായിട്ട് ജ്യൂസുമായിട്ട് മിക്സായി. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീര്, അത് പിഴിഞ്ഞൊഴിക്കണം. ഇത് ഇപ്പോൾ ഏകദേശം 1 ലിറ്ററേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒരു നാരങ്ങ മതി. പിന്നെ അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ നീരും, ഞാൻ തൊലിയൊന്നും കളയുന്നില്ല ഓറഞ്ചിൻ്റെ, അതുവഴി 2ആയിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. കാണാനും നല്ല ഭംഗിയാണ്. നമുക്കിത് ഇനി ഐസ് ഇട്ട് ഉപയോഗിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം കഴിക്കാം. അതല്ല നമുക്കിപ്പോൾ സോഡ ഉപയോഗിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇത് സമ്മറിലൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണ്. വളരെ ഒരു റിഫ്രഷിങ് ഫീൽ തരുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ നിങ്ങൾക്ക് സ്പൈസസ് അല്ലെങ്കിൽ ഹെർബ്സ് അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് മാറ്റി ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം, അതല്ല വേണ്ടാത്ത സാധനങ്ങൾ മാറ്റി എക്സ്ട്രാ സാധനം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ എങ്ങനെ ചെയ്താലും ഈ ജ്യൂസ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.